ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു. നല്ല ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലെത്തി. തീർച്ചയായും ജനവിധിയെ എല്ലാവരും അംഗീകരിക്കുന്നു, അംഗീകരിച്ചേ പറ്റൂ. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് BJP ഡൽഹിയിൽ ഭരണത്തിൽ എത്തുന്നത്. 15 വർഷത്തെ കോൺഗ്രസ് ഭരണം, 10 വർഷവും കുറച്ച് മാസങ്ങളും AAP ഭരണം, 1 വർഷത്തിൽ കൂടുതൽ രാഷ്ട്രപതി ഭരണം, ഇതെല്ലാം കഴിയുമ്പോഴേക്കും 27 വർഷം പിന്നിട്ടു. അവസാനമായി അധികാരത്തിലിരുന്ന BJP മുഖ്യമന്ത്രി അന്തരിച്ച ശ്രീമതി സുഷമ സ്വരാജ് ആയിരുന്നല്ലോ. ഇത്രയും നീണ്ട ഒരു ഇടവേളയിലാണ് BJP വീണ്ടും അധികാരത്തിൽ എത്തിയതെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട്, കേന്ദ്രത്തിൽ BJP തന്നെ അധികാരത്തിൽ ഉള്ളതുകൊണ്ടും കേന്ദ്രവും സംസ്ഥാനവും ഒരു പാർട്ടി ഭരിക്കുന്നതിനാൽ ഡൽഹിക്കാർക്ക് നല്ല ഒരു ഭരണം പ്രതീക്ഷിക്കാം. കാരണം ഡൽഹി സംസ്ഥാനത്തിന്റെ കാര്യം പറയുമ്പോൾ മുഴുവൻ അധികാരമില്ലാത്ത സംസ്ഥാനം ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റും ലഫ്റ്റനന്റ് ഗവർണറും സംസ്ഥാന നിയമസഭയും ഒക്കെ കൂട്ടായ ഒരു ഭരണം നടത്തേണ്ട സംസ്ഥാനമാണ്. അപ്പോഴെല്ലാ സ്ഥലത്തും ഒരു കക്ഷി തന്നെ അധികാരത്തിലിരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ഗുണം ചെയ്യും. 26 വർഷത്തിന് ശേഷം രാജ്യവും രാജ്യ തലസ്ഥാനവും ഒരേ കക്ഷി അധികാരത്തിൽ വരുന്നു എന്ന അപൂർവതയും ഇത്തവണത്തെ പ്രത്യേകതയാണ്. 2012 പിറവിയെടുത്ത AAP എന്ന രാഷ്ട്രീയ പാർട്ടി ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഡൽഹിയിലെ ഭരണം നഷ്ടമാകുന്നത് AAP സംബന്ധിച്ച് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. കാരണം ഡൽഹിയിൽ രൂപം കൊണ്ട പാർട്ടി ഉടനെ തന്നെ ആസ്ഥാനം ഭരണത്തിൽ എത്തി, ആ സംസ്ഥാനത്ത് ഭരണത്തിലെത്തി, മറ്റൊരു സംസ്ഥാനത്ത് ഭരണത്തിലെത്താനും സാധിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ പാർട്ടിയുടെ ബേസ് ഡൽഹി തന്നെ ആയതുകൊണ്ട് അവിടുത്തെ ഭരണം നഷ്ടപ്പെടുക എന്നത് AAPയെ വലിയ പ്രഹരം തന്നെയാണ്. AAP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അത് വലിയ പ്രഹരം തന്നെയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ത്യ സഖ്യമായി മത്സരിച്ചിരുന്നെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട ഒരു ഫലം AAPക്കും കോൺഗ്രസിനും പ്രതീക്ഷിക്കാമായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. AAP ദേശീയ കൺവീനർ മത്സരിച്ച ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ട് നില നോക്കിയാൽ കാര്യം മനസ്സിലാവും. അരവിന്ദ് കെജ്രിവാൾ BJPയോട് 4089 വോട്ടിനാണ് അവിടെ പിന്നിലായത്, തോറ്റത്. അവിടെ 3-ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് 4568ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്: വോട്ടുകൾ ഏകീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇലക്ഷൻ തന്ത്രം പാളും എന്ന് തീർച്ച. കുറച്ചെങ്കിലും മണ്ഡലത്തിൽ ഈ പ്രതിഭാസം ഡൽഹിയിൽ കണ്ടു. വോട്ടുകൾ ഏകീകരിക്കുക എന്നത് വലിയ ഒരു ഇലക്ഷൻ തന്ത്രമാണ്. വോട്ടുകൾ ഛിന്നഭിന്നമാക്കാൻ വേണ്ടി അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു രീതി ഇലക്ഷനിൽ കണ്ടുവരുന്ന മറ്റൊരു രീതിയാണ്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പേരിനോടും ചിഹ്നത്തോടും സാമ്യമുള്ള അപരന്മാരെ ഇറക്കുന്ന രീതി കേരളത്തിലും നമ്മൾ കണ്ടുവരാറുണ്ടല്ലോ. ഏതായാലും കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി ഭരണത്തിലായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തും ഡൽഹിക്കാർക്ക് നല്ല ഒരു ഭരണം പ്രതീക്ഷിക്കുക. നല്ല ഒരു ഭരണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി ഉടനെ എത്താം. നന്ദി, നമസ്കാരം.